മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ട് നമ്മളിവിടെ ചെയ്യുന്ന അമ്മശ്രീ എന്ന സംഘടനയുടെ ലോഗോ പ്രകാശനം ഈ വേദിയിൽ വെച്ച് നടക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ലോഗോ പ്രകാശനത്തിനായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് കലാഭവൻ ജോഷി സർ, അതുപോലെ തന്നെ രഞ്ജീവ് കുമാർ സർ, അതുപോലെ തന്നെ മുരളി ചാലക്കുടി. ഇവർ മൂന്നുപേരും ഒരുമിച്ച് തന്നെ ഇരിക്കുന്നുണ്ട് ഒറ്റക്കെട്ടായിട്ട്. അപ്പോൾ അവർ തന്നെ ഒരു ലോഗോ പ്രകാശനത്തിനായി സ്വാഗതം ചെയ്യുന്നു. അമ്മമാരുടെ സംഘടനയായ അമ്മശ്രീയുടെ ലോഗോ പ്രകാശനമാണ്. അമ്മമാരെയും കൂടി വേദിയിൽ, ആ സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അമ്മമാരൊന്ന് വേദിയിലേക്ക് വരാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ്. സൗന്ദര്യം ഒന്ന് കൂടട്ടെ, മനോഹരം പറഞ്ഞ പോലെ ഒന്ന് കൈയടിച്ച് എല്ലാവരും. ഇതിൽ വളരെ കുറവിൻ്റെ ആ ഒരു കാര്യം കൊണ്ട് തന്നെ രണ്ട് അമ്മമാർക്ക് ഞാൻ ഈ മൈക്കൊന്ന് ഹാൻഡ് ഓവർ ചെയ്യാട്ടോ, അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിനായിട്ട്. എൻ്റെ പേര് നാജിയ, ഞാൻ കണ്ണൂർ ജില്ലയിലാണ് സ്ഥലം. എൻ്റെ മോനിക്ക് 5-ാം മാസം തൊട്ടേ ഫിറ്റ്സ് വന്നു. അപ്പം അന്ന് മുതലേ എന്താ പറയുക, മോനെയും കൊണ്ടൊരു ഓട്ടമായിരുന്നു. അങ്ങനെ നമ്മൾ ബേബിയിലായിരുന്നു കാണിച്ചത്, കോഴിക്കോട് ബേബിയിൽ. അവിടുന്ന് MRI, EG, വീഡിയോ EG, എക്കോ, അങ്ങനെ എല്ലാ ടെസ്റ്റും ചെയ്തു. ഒന്നിലൊരു കുഴപ്പമില്ല, നോർമലാണ്. അങ്ങനെയാണ് ജെനറ്റിക് ടെസ്റ്റ് ചെയ്തത്. ജെനറ്റിക് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ മോൻ്റെ ജീനിന് ഡിഫക്റ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ SCN8 എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ 10-12 കുട്ടികൾക്ക് മാത്രം വരുന്ന ഒരു അസുഖമായിരുന്നു എൻ്റെ മോനിക്ക്, ഒരു അപസ്മാരമായിരുന്നു എൻ്റെ മോനിക്ക് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം അതിന് മെഡിസിൻ ഇല്ല. ഒരു 6 മരുന്നായിരുന്നു എൻ്റെ മോനിക്ക് കൊടുത്തത്. അപ്പം അതിൽ കൂടുതൽ മരുന്നില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം ഈ ജെനറ്റിക് ടെസ്റ്റും കൊണ്ട് എല്ലാ ഹോസ്പിറ്റലും നമ്മൾ മോനെയും കൂട്ടിയിട്ട് എല്ലാ ഹോസ്പിറ്റലും പോയി. എല്ലാ ഡോക്ടർമാരും പറഞ്ഞത് മരുന്നില്ല, ഈ 6 മരുന്നേ ഉള്ളൂ. ഇനി പുതുതായിട്ട് മരുന്ന് കണ്ടെത്തിയാൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഇത് കൊടുത്തിട്ട് മാറുന്നില്ല. ഒരു ദിവസം തന്നെ 10, 15, 20, 25 തവണ വേലും എൻ്റെ മോനിക്ക് ഫിറ്റ്സ് വരുത്തുന്നുണ്ട്. അപ്പം ഈ മെഡിസിൻ കൊടുക്കുന്നതല്ലാണ്ട് അതിലൊരു മാറ്റമില്ല. അങ്ങനെ എല്ലാവരും കൈവിട്ടു. കാരണം ഒരു ഹോസ്പിറ്റലും കൊണ്ടുപോയിട്ടു ഇതിന് മെഡിസിൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നമ്മളെ വിട്ടയക്കുകയാണ് ചെയ്തത്. ഇത് മാറില്ല. ഇത് ലോകത്തിൽ തന്നെ 10-12 കുട്ടികൾക്ക് മാത്രം വരുന്നൊരു അപസ്മാരമാണ്. ഇത് മാറില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അങ്ങനെ മോനെ ബേബിയിൽ ICUലായി. ICUന്ന് വെന്റിലേറ്ററിൽ ആയി. അങ്ങനെ ഫിറ്റ്സ് നിൽക്കുന്നില്ല, ഒരേ ഫിറ്റ്സ് വരുത്തായിരുന്നു. അങ്ങനെ വെന്റിലേറ്ററിൽ കയറിയപ്പോൾ ഡോക്ടർ പറഞ്ഞു 48 മണിക്കൂറാണ് സമയം തന്നത്. ഈ 48 മണിക്കൂറിലും ഡോക്ടർ പറഞ്ഞ വെന്റിലേറ്റർ ഓഫ് ചെയ്താൽ ഒരു പക്ഷെ മോന് ഉണരാതിരിക്കാം. അത്രക്കും കണ്ടീഷൻ മോശമായിരുന്നു മോൻ്റെ. ഈ അസുഖം വന്ന കുട്ടികൾ ആരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് മോൻ്റെ കണ്ടീഷനും അങ്ങനെയാണ്. മോനുണ്ടാവില്ല എന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു. മോനുണ്ടാവില്ല, മോൻ കണ്ണ് തുറക്കാതിരിക്കാം. ഈ അസുഖത്തിന് മരുന്നില്ല, അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ 48 മണിക്കൂറായി. വെന്റിലേറ്റർ ഓഫ് ചെയ്തു. അൽഹംദുലില്ലാ എൻ്റെ മോൻ എങ്ങനെയോ കണ്ണ് തുറന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അൽഹംദുലില്ലാ തുറന്നിട്ടുണ്ട് കണ്ണ്. അപ്പോൾ റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞാൽ റൂമിലേക്ക് മാറ്റി. അവിടുന്നും പഴയ രീതി തന്നെ ഫിറ്റ്സ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, നിൽക്കുന്നില്ല. വെന്റിലേറ്ററിൽ എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ. അപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ 5.5 ലക്ഷമായി, ഇനി ഇവിടെ നിൽക്കാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ പറഞ്ഞോ എന്നാൽ ഡിസ്ചാർജ് ചെയ്യാം, എന്നാൽ ഇപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്ത് തരാം. എന്നിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഫിറ്റ്സ് മാറിയിട്ടില്ല. ഫിറ്റ്സ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടീനെ ഡിസ്ചാർജ് ചെയ്ത് തന്നു. അങ്ങനെ എന്താണെന്ന് അറിയാണ്ട് നമ്മളിത് ചിന്തിച്ചിരുന്ന് ലാസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയിട്ടും എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും കൈവിട്ടു എൻ്റെ മോനെ. ഒരു ഹോസ്പിറ്റലിൽ ചികിത്സ ഇല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും കൈവിട്ട് ആ ടൈമിനാണ് ഡോക്ടറെ കുറിച്ചിട്ട് അറിയാൻ ഇടയായത്. അപ്പോൾ ഡോക്ടറെ വിളിച്ചു. മനോജ് സാറെ വീഡിയോ ആണ് ഇത് കണ്ടത്. അപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടർക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു. കാരണം പിന്നെ SCN8 എന്ന് പറഞ്ഞാൽ വലിയ അസുഖമായിരുന്നു. പക്ഷേങ്കിൽ ഡോക്ടർ നോ എന്ന് പറഞ്ഞിട്ടില്ല, വന്നോളൂ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ ഇന്ന്
20-25 പ്രാവശ്യം വരുന്ന എൻ്റെ മോൻ്റെ ഫിറ്റ്സ് വല്ലപ്പോയി 1-2 തവണ ഇപ്പോൾ വരുന്നുള്ളൂ. ഈ ഡോക്ടറെ ട്രീറ്റ്മെൻറ്റ് മൂലം എൻ്റെ മോനിക്ക് ഒരു മരണ സ്റ്റേജിൽ കിടന്ന് എൻ്റെ മോനിക്ക് ജീവൻ നൽകിയത് തന്നെ എൻ്റെ ഡോക്ടറാണ്. കാരണം എൻ്റെ മോനിക്ക് ഇന്ന് ജീവിക്കുന്ന എൻ്റെ മോൻ ഡോക്ടർ കാരണമാണ്. എന്താ പറയേണ്ടതെന്നറിയില്ല. ഡോക്ടറോട് എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം 25 തവണ ഫിറ്റ്സ് അടിച്ചിട്ടും അതിന് മരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ മാറ്റി നിർത്തിയിട്ട് ഇന്ന് ഡോക്ടർ ഒരു തെറാപ്പി മൂലം വല്ലപ്പോയി 1-2 തവണ ഫിറ്റ്സ് വരുവാന്ന് വെച്ചാൽ അത്രത്തോളം എൻ്റെ മോനിക്ക് മാറ്റമുണ്ട് ഈ ഡോക്ടറെ ട്രീറ്റ്മെൻറ്റ് മൂലം. ഈ ഡോക്ടറോട് എത്ര നമ്മൾ സംഗീത ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നത് അള്ളാഹ്ക്ക് തുല്യമാണ് കാണുന്നത്. കാരണം അള്ളാഹ് നേരിട്ട് അയച്ച ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. അത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാവില്ല. ആദ്യം തന്നെ എൻ്റെ സംഗീത് സാറിന് 1000 നന്ദി. ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ ഒരവസരം തന്നതിന്. ഞാൻ കണ്ണൂർ ജില്ലക്കാരിയാണ്. എൻ്റെ പേര് ഷിംന. എൻ്റെ മോൻ അപ്പൂസിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. ഇതാ മുന്നിലിരിക്കുന്ന അവൻ തന്നെയാണ് എൻ്റെ മോൻ. ഓനിപ്പം 15 വയസ്സായി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മാറ്റമുണ്ട്. ഇങ്ങനെയൊരു കസേരയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ അവനെത്തി. സാറിൻ്റെ കൈ കൊണ്ടാണ് ഇങ്ങനെയൊരു അവസ്ഥയിൽ എത്താൻ തന്നെ സാധിച്ചത്. ഇപ്പം അവൻ എന്നെ പിടിച്ച് നിൽക്കാൻ തുടങ്ങി. ഒരു മൂലയിലെല്ലാം ഇരുത്തിയാൽ ഇരിക്കാനും തുടങ്ങി. സാറിനോട് എത്ര പറഞ്ഞാലും ഒന്നും പറയേണ്ടത് എനിക്ക് പറയാൻ തന്നെ കിട്ടുന്നില്ല. അത്രയും 1000 നന്ദിയുണ്ട് സാറിന്. എൻ്റെ പേര് ഉഷ വിജേഷ്, തിരൂർ മലപ്പുറത്താണ്. ഞാൻ എൻ്റെ ബിടെക്കൊക്കെ കഴിഞ്ഞ ശേഷം എനിക്ക് ബാംഗ്ലൂർ വലിയൊരു ഹോസ്പിറ്റലായ നാരായണ ഹൃദയാലയയിൽ ജോലിയൊക്കെ കിട്ടി. അതിനുശേഷമായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞ് വിദേശത്തേക്കൊക്കെ പോയി നല്ലൊരു ഹോസ്പിറ്റലിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹങ്ങളൊക്കെ. പക്ഷേ എൻ്റെ ആദ്യത്തെ ഡെലിവറിയിൽ തന്നെ ഡോക്ടർക്ക് വന്നൊരു ചെറിയ പിഴവ്, അത് പക്ഷേ ഇപ്പോൾ വലിയൊരു ഇതായി മാറി. അന്ന് ശരിക്കും ഒരു 10 ദിവസം മുമ്പേ ഒരു പെയിനും ഒരു കാര്യങ്ങളും ഇല്ലാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ എന്നെ ശരിക്കും മരുന്ന് വെച്ച് ഡെലിവറി നടത്താൻ നോക്കിയതാണ്. അതിൽ പക്ഷേ ലാസ്റ്റ് പെയിൻ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് വന്ന് കുട്ടിയെ വലിച്ചെടുത്ത് അങ്ങനെ അതൊരു നോർമൽ ഡെലിവറി ആക്കി മാറ്റി അവർ. പിന്നെ അതിനുശേഷം കുട്ടിയെ നമുക്ക് കയ്യിൽ തന്നു. ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ കുട്ടിയെ കയ്യിൽ തന്നു. പക്ഷേ കുട്ടിയുടെ തലയുടെ പിന്നിൽ അവരുടെ കയ്യിൽ നിന്ന് എന്തോ തട്ടിയൊരു മുറിവായിട്ടുണ്ടായിരുന്നു. അത് അവർ നമ്മളോട് മറച്ചു വെച്ചു. പക്ഷേ കുട്ടിക്ക് എന്തോ വേദന എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നി നമ്മൾ തിരിച്ച് വീണ്ടും കുട്ടിയെ അവരെ കാണിച്ചപ്പോൾ അവർ നേരെ NICUയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് കുട്ടിക്ക് ഫിക്സ് വന്നുകൊണ്ടേയിരുന്നു. അതിന് കാരണം എന്താണെന്ന് പോലും അവർ നമ്മളോടൊപ്പം പറഞ്ഞില്ലായിരുന്നു. പക്ഷേ ഈ മുറിവിൻ്റെ വേദന കൊണ്ട് വന്നതാണ് അത്. അന്ന് അവർ സമ്മതിച്ചില്ല അതൊന്നും. പിന്നെ അതിനുശേഷം ഹോസ്പിറ്റലിൽ വിട്ടെങ്കിലും വീണ്ടും ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് ഞങ്ങൾ സ്ഥിരമായി കുട്ടിക്ക് ഫിക്സിനുള്ള മരുന്ന് കൊടുത്തോണ്ടേയിരുന്നു. ഒരു 3 വയസ്സായിട്ടും കുട്ടി നടക്കുന്നില്ല, സംസാരിക്കുന്നില്ല, പിടിച്ച് നിൽക്കുന്നത് വരെ എങ്ങനെയൊക്കെയോ എത്തി. കുറേ തെറാപ്പികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഞങ്ങൾ 2-3 ഡോക്ടേഴ്സിനെ മാറ്റി കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കുട്ടിക്ക് കൊടുത്തിരുന്ന മരുന്നിൻ്റെ ഡോസ് കുറച്ച് കൂടുതലായിരുന്നു. അത് എപ്പോഴും വരുന്ന ഫിക്സിന് എന്നും വരുന്ന ഒരു ഫിക്സിനുള്ള മരുന്നാണ് ഈ കുട്ടിക്ക് അന്ന് അവർ കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, അത് നല്ലോണം കുട്ടിക്ക് അതിൻ്റെ എല്ലാ സൈഡ് എഫക്റ്റും വന്നു കഴിഞ്ഞു. കുട്ടി എല്ലാ കാര്യത്തിലും ബാക്കിലായി പോയി. പിന്നെ ഒറ്റയടിക്ക് നമുക്ക് മരുന്ന് നിർത്താനും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ഈ മരുന്നൊന്ന് നിർത്തണം, കുട്ടി നടക്കണം, സംസാരിക്കണം, അതിനുവേണ്ടി എല്ലാ സ്ഥലത്തും പോയി. ആയുർവേദത്തിലും ഒഴിച്ചിലുകൾ, നവരക്കിഴികൾ, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്കുപേഷൻ തെറാപ്പി, ഭക്ഷണം ചവച്ച് കഴിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് സോളോ തെറാപ്പി, അങ്ങനെ നമ്മളെ സാമ്പത്തികമൊന്നും നോക്കാതെ ഉള്ള പൈസയ്ക്ക് മുഴുവൻ എല്ലാ തെറാപ്പിയും ദീർഘകാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത്ര വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു 1.5 വർഷം മുമ്പാണ് ഈ മനോജ് സാറിൻ്റെ വീഡിയോ ഞങ്ങളും കണ്ടത്. അതിനുശേഷം പിന്നെ എങ്ങനെയെങ്കിലും സാറിൻ്റെ അടുത്തെത്താൻ വേണ്ടി എല്ലാവരെയും വിളിച്ചു. അങ്ങനെ സാറിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും എന്താ പറയുക, അത് ഏറ്റവും വലിയൊരു ഞങ്ങളുടെ ഒരു ഭാഗ്യമായിരുന്നു, ദൈവാനുഗ്രഹമായിരുന്നു. സാറിൻ്റെ അടുത്തെത്തി വന്ന് ഒരു 3 ദിവസം അവിടെ പാലസിൽ തന്നെ ആദ്യം അഡ്മിറ്റായി. അതിൽ തന്നെ കുട്ടിക്ക് കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി വേറെ എവിടെയും പോകണ്ട, സാറിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെ നമുക്ക് മതി, അത് തന്നെ എന്തായാലും അവൻ മിടിക്കാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ തുടർന്ന് ഇപ്പോൾ 1 വർഷമൊക്കെ ആയപ്പോഴത്തേക്കും ഇപ്പം മോള് നടക്കുന്നത് നല്ല ബാലൻസ് മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഭക്ഷണം ചവച്ച് കഴിക്കാൻ തുടങ്ങി. ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു ചവച്ച് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നത്. എല്ലാം അരച്ചരച്ച് കൊടുക്കണം, അങ്ങനെയായിരുന്നു. ഇപ്പോൾ എല്ലാം ഒരുവിധം ചവച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ മോൾക്ക് മനസ്സിലാവുന്നുണ്ട് കൂടുതലായിട്ട്. അതിൽ ചില കാര്യങ്ങളൊക്കെ അവൾ അനുസരിക്കാൻ നോക്കുന്നുണ്ട്.
അതുപോലെ തന്നെ നന്നായിട്ട് ഇപ്പോൾ ഉറങ്ങാൻ തുടങ്ങി. മറ്റേത് ഉറക്കമില്ലാണ്ട് രാത്രി ഒരു 2 മണി 3 മണി ആയാലും കുട്ടിക്ക് ഉറക്കം വരില്ല. എന്നിട്ട് കിടന്ന് എണീറ്റിരുന്ന് രാവിലെ പകൽ മുഴുവൻ ഉറക്കക്ഷീണമായിരിക്കും. അതുകൊണ്ടാണ് ശരിക്കും കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായിരുന്നത് ഒരു കാര്യം. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എന്തായാലും എന്താ പറയുക, സാറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇനിയും ഒരുപാട് കാലം കിട്ടണം. കുട്ടിക്ക് എല്ലാ മാറ്റങ്ങളും വന്ന് മിടുക്കിയായിട്ട് നടക്കണം. അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യും, അത് ചെയ്യും ഉറപ്പാണ്. കാരണം ഇത്രയും മാറ്റം വന്നെങ്കിൽ ഇത്രയും കാലം ഞങ്ങൾ ചെയ്ത തെറാപ്പികളിലൊന്നും വരാത്ത മാറ്റം സാറിൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല പ്രതീക്ഷയുണ്ട്. അതിനുള്ള ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ, അതാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ അമ്മമാരുടെ കൂട്ടായ്മ, അതിൽ ഒരംഗമാവാൻ കഴിഞ്ഞാലും നല്ല സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം ഉണ്ടാവണം. താങ്ക് യു. എൻ്റെ പേര് രമ്യ. എൻ്റെ വീട് ഇടുക്കി നെടുങ്കണ്ടത്താണ്. എൻ്റെ മോള് ആരണ്യ ജനിച്ചപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അവൾക്ക് അസുഖമൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. സോറി, എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും പറയുന്നത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ആയി പോരുമ്പോഴും ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 3 മാസം 3.5 മാസമൊക്കെ ആയപ്പോഴത്തേന് അവൾക്ക് കണ്ണ് മേലോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ച് EG എടുത്തു. അതിൽ മാറ്റം ഉണ്ട് എന്നും പറഞ്ഞിട്ട് അവർ മെഡിസിൻ തരാൻ തുടങ്ങി. ഒരു മെഡിസിൻ തന്നു, 2 മെഡിസിൻ തന്നു, അങ്ങനെ ഏകദേശം 8 മെഡിസിൻ വരെ ഒരു നേരം കൊടുത്തു. അങ്ങനെ മരുന്ന് കൊടുത്ത് അവൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം അവൾക്ക് വന്നുകൊണ്ടിരുന്നു. അസുഖത്തിനൊന്നും ഒരു മാറ്റം വന്നുകൊണ്ടിരുന്നില്ല. പക്ഷേ മെഡിസിൻ കൂട്ടിക്കൊണ്ടിരുന്നു. ഒരു മെഡിസിൻ കൊടുത്തപ്പോൾ ഏകദേശം അവൾക്ക് ശരീരത്തിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആളെ ഒരുപാട് വീക്കായിപ്പോയി. ചിരിച്ചുകൊണ്ടിരുന്ന കുട്ടി ചിരിക്കാണ്ടായി. ശരീരം കൊണ്ട് ഒരുപാട് ഡൗൺ ആയിപ്പോയി. അവൾ ഒരുമാതിരി കുഴഞ്ഞ് കൈ കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കുഴഞ്ഞു പോകാൻ തുടങ്ങി. അപ്പം പിന്നത്തെ പ്രാവശ്യം ഡോക്ടറെ അടുത്ത് ഞാൻ ചെന്നപ്പം പറഞ്ഞു, ഇന്ന മെഡിസിൻ കൊടുത്തിട്ടൊക്കെ കുട്ടി വീക്കായിട്ടുണ്ട്, ഒന്ന് നിർത്തുമോ, മാറ്റി തരുമോ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല, കറക്റ്റ് മെഡിസിനാണ് ഞാൻ തന്നേക്കുന്നത് എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനത്തെ ഒരു കുട്ടിയോ അല്ലെ നമ്മളങ്ങനെ ഒരു കുട്ടീനെ കാണുമോ, ഈ മെഡിസിനെ പറ്റി അറിയത്തില്ലാത്തതുകൊണ്ട് അന്നത്തെ ഇതിൽ ആ മെഡിസിൻ കൊടുത്തുകൊണ്ടേയിരുന്നു. കുട്ടി അത്രയും വീക്കായിക്കൊണ്ടിരുന്നു. പിന്നെ അവിടുന്ന് മാറ്റി കാണിച്ചു. ആ മെഡിസിനെല്ലാം നിർത്തിയപ്പം പിന്നെ കുറച്ചൊരു ഇത് വന്നു. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഒരു ന്യൂമോണിയ, ആസ്പിറേഷൻ ന്യൂമോണിയ വന്നു. അപ്പം ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ട് കാണിച്ച് അപ്പം അവിടുന്ന് അവർ പറഞ്ഞു ഇങ്ങനെ ന്യൂമോണിയ വന്ന് കുട്ടി ഡെത്താവുന്ന മെറ്റബോളിക് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അസുഖമാണത്, ന്യൂറോ റിഗ്രസീവ് സിൻഡ്രോം. അത് കുട്ടി അങ്ങനെ വലുതാവും തോറും കുട്ടിക്ക് ഡൗൺ ആയി പോവുള്ളൂ, അതിനൊരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടി ഡെത്തായി തന്നെ അവർ പറഞ്ഞു. അത്രയും ഏതാണ്ട് 70-75 ദിവസം ICUയിൽ തന്നെ കിടന്നു. കുറേ ദിവസം അവർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ലാത്ത ഒരവസ്ഥയിൽ ലാസ്റ്റ് സ്റ്റേജ് കുട്ടി മരിച്ചു എന്ന് തന്നെ അവരും പറഞ്ഞു. കുട്ടി ആ സ്റ്റേജിൽ എത്തുകയും ചെയ്തു. എല്ലായിടത്തും ബ്രീത്തിങ് പ്രോബ്ലം വന്നു. നല്ല മറ്റേ ഓക്സിജൻ്റെയൊക്കെ കൺട്രോളില്ലാതെ ഓക്സിജൻ കൊടുത്തു. പക്ഷെ അവർ പറഞ്ഞിട്ടും എന്തോ ഒരു രാത്രി ഫുള്ള് ഞാൻ ദൈവത്തെ വിളിച്ച് തിരിച്ച് പിറ്റേ ദിവസം ചെന്നപ്പോഴത്തേന് എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമില്ലാണ്ട് കിടക്കുന്നതാണ് ഞാൻ കണ്ടത് ICUയിൽ. പക്ഷെ അവിടുന്ന് അവൾ പിന്നെയും കയറി വന്ന് ഡിസ്ചാർജ് ആയിപ്പോയി. അവർ ഡോക്ടർമാരങ്ങനെ തന്നെ പറഞ്ഞു, ന്യൂറോ റിഗ്രസീവ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖമാണ്, കുട്ടിയെ നിങ്ങളിനി നോക്കണ്ടെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ കുട്ടി വലുതാവും തോറും അസുഖം കൂടിയേ വരുള്ളൂ, ഒരിക്കലും കുറയൂല എന്ന് പറഞ്ഞു. പിന്നത്തെ മാസം ചെക്കപ്പിന് ചെന്നപ്പം ഡോക്ടർ എന്നെ നോക്കിയ കുട്ടീനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഈ അസുഖമാണെങ്കിൽ കുട്ടി ഒരിക്കലും ഇത്രയും പിക്കപ്പായി വരില്ല കേട്ടോ, എനിക്ക് അറിഞ്ഞുകൂടാ അത്രയും ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ പിന്നെ അവിടുന്ന് പോന്നു. കുറേ പ്രാവശ്യമെല്ലാം കാണിച്ചു. പിന്നെ അവിടുന്ന് പോയി. പിന്നെ എന്തോ വേറെ ഡോക്ടർമാർ വേറെ ഫേമസ് ആയിട്ട് പലയിടത്തും ഞങ്ങൾ പോയിട്ടുണ്ട്. ആരും ഒന്നും മരുന്നിനും മാറ്റാൻ പറ്റുന്നില്ല, അസുഖത്തിനും മാറ്റാൻ പറ്റുന്നില്ല. ലാസ്റ്റാണ് ഞങ്ങൾ മനോജ് സാറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് സാറിൻ്റെ അടുത്ത് വന്നത്. സാറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ച് അവൾ 1 മാസം കൊണ്ട് തന്നെ ഏകദേശം ഇരിക്കാൻ തുടങ്ങിയായിരുന്നു. കസേരയിലൊന്നും അവൾക്കൊരു ഫിക്സ് അങ്ങനത്തെ ഒന്നും വന്നില്ലായിരുന്നു. അതിനുശേഷം നല്ലവണ്ണം ഇരിക്കാൻ തുടങ്ങിയ കുട്ടിയെ പിന്നെ ഞാൻ കുറേ അവിടെ നിന്ന് അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയി കുറച്ചാൾക്ക് അസുഖം എല്ലാം വന്ന് പിന്നെ മെഡിസിൻ കൊടുത്ത വഴി പിന്നെ ഫിക്സ് വന്ന് വല്ലാണ്ടും വന്ന് ഒരു 60, 70, 80 പ്രാവശ്യമായി. എപ്പോഴും കുട്ടി ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലെത്തി. പക്ഷേ അവിടുന്ന് വന്ന് സാറിൻ്റെ അടുത്ത് പിന്നെയും വന്ന് പിന്നെ സാറ് പറഞ്ഞ് ഇവിടെ തന്നെ നിന്നോന്നും പറഞ്ഞ് അങ്ങനെ ഇവിടെ വീട്ടിൽ തന്നെ നിർത്തി. എപ്പം വേണേലും ഞാൻ വന്ന് ചെയ്യാമെന്നും പറഞ്ഞ് രാത്രി ആണേലും വിളിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അങ്ങനെയാണ് സാറ് ഞങ്ങളെ ഇവിടെ നിർത്തി.
ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഒരുപാട് മാറ്റം വന്നു. അവൾ വെയിറ്റ് അന്ന് 10 കിലോ ഉണ്ടായിരുന്നയാൾ ഇപ്പോൾ 18 കിലോ ആയി. പിന്നെ നമ്മളെ നോക്കാൻ തുടങ്ങി, ചിരിക്കാൻ തുടങ്ങി. ആ ചിരി കാണുമ്പം തന്നെ എന്താ പറയണ്ടത്, വേറെ ഒന്നും വേണ്ട എനിക്ക് ഭൂമിയിലെന്ന് തോന്നും. അത്രയും ഒരു ചിരി, നമ്മളെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ചിരിയും. പിന്നെ ഇരിക്കും കസേരയിൽ, അത്യാവശ്യം ഇരിക്കും. കസേരയിൽ ചാരി എത്ര നേരം വേണേലും ഇരുന്നോളും. പില്ലോയെ മടിയിൽ വെച്ചിട്ട് ഇരുത്തിയാൽ കുറേ സമയം അങ്ങനെ ഇരുന്നോളും. ഏകദേശം നെക്ക് എല്ലാം ഒരുവിധം നന്നായിട്ട് തന്നെ പിടിച്ചു നോക്കും. എല്ലാവരെയും തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് അവൾ. സാറിങ്ങനെ എന്തോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട്, നമുക്കും അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് സാറിങ്ങനെ ഇവിടെ നിർത്തി ഇങ്ങനെ നോക്കിയെന്ന് എനിക്ക് സ്വയം ഞാൻ തന്നെ ചിന്തിക്കും. സാറിനോട് ഒരുപാട് നന്ദി. എത്ര പറഞ്ഞാലും ആ നന്ദിയും കടപ്പാടും എങ്ങനെയാ തീർക്കുക, എത്ര പൈസ കൊടുത്താലും തീർക്കാത്ത കാര്യമാണ്. കാരണം ഉറങ്ങാൻ പറ്റാത്ത രാത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ സംബന്ധിച്ച് എനിക്ക്. ഞാൻ അധികം നീട്ടുന്നില്ല. എന്തായാലും എൻ്റെ മോടെ ഇത്രയും മാറ്റം തന്നെ സാറ് ഇതിനധികം ഇനിയും അവളോട് നടക്കും എന്നുള്ള ഒരു ഒറ്റ പ്രതീക്ഷ. അത് സാറിൻ്റെ കൈകൾ കൊണ്ടേ ആവുള്ളൂ. വേറെ എവിടെ പോയാലും ഈ ഒരു മാറ്റം നമുക്ക് കിട്ടൂല എന്ന് പൂർണ്ണമായിട്ടും അറിയാം. സാറിന് നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നു. എൻ്റെ പേര് സുധ, ഞങ്ങൾ പാലക്കാട്ടിൽ നിന്നാണ്. എൻ്റെ രണ്ടാമത്തെ കുട്ടിക്കാണ് വയ്യാത്തത്. 12 വയസ്സായി. ജനിച്ചപ്പോൾ തന്നെ കണ്ണിൽ തിമിരം വന്ന ലെൻസൊക്കെ എടുത്ത് കാഴ്ച തീരെ ഇല്ലാതെയാണ്. ഇപ്പോൾ കാഴ്ചയ്ക്കൊക്കെ നല്ല വ്യത്യാസം വന്നു. അവൾ ആദ്യം വെച്ചിരിക്കുന്ന പവർ ഗ്ലാസിൻ്റെ പവർ എന്ന് പറയുന്നത് 24ആണ്. ഇപ്പോൾ 12ആയി ചുരുങ്ങിയിട്ടുണ്ട്. ഇവർ പറഞ്ഞ പോലെ തന്നെ ഇരിക്കാനും സംസാരിക്കാനും അമ്മ എന്ന് വിളിക്കാനും വിളിച്ചാൽ വിളി കേൾക്കാനും ചിരിക്കാനും ഒക്കെ തുടങ്ങി. അതെല്ലാം സാറിൻ്റെ അടുത്ത് വന്നതിന് ശേഷം മാത്രമാണ്. ഒരുപാട് ആശുപത്രിയിൽ കൊണ്ടുപോയി ഇവർ പറഞ്ഞത് സെർബൽ പൾസിയാണ്, നടക്കില്ല, ഇരിക്കില്ല, ഇനി കുട്ടി പഴയ അവസ്ഥയിൽ നിന്ന് മോശമായിട്ട് പോവുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് നല്ല അവളുടെ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും അവൾക്ക് നല്ല നല്ല മാറ്റങ്ങൾ വന്ന് സാധാരണ കുട്ടി പോലെ ആവും എന്നുള്ള വിശ്വാസത്തോടു കൂടി സാറിനും നന്ദി പറഞ്ഞ് ഞാൻ നിർത്തുന്നു.